നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ നാം വ്യാകുലപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരെ നോക്കാത്തവർ, ശ്രദ്ധിക്കാത്തവർ, ചിലപ്പോൾ അവഗണിക്കപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടെങ്കിൽ പോലും പുതിയ കാലത്തിൻ്റെ പ്രത്യേകതയാണ് എന്നെനിക്ക് തോന്നുന്നു. വേണമെങ്കിൽ കയ്യയച്ച് സഹായിക്കാനും ഒരുപാട് മനുഷ്യർ തയ്യാറാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായും അവരുടെ എല്ലാം സഹായങ്ങളും അനുഗ്രഹങ്ങളും ഈ സ്ഥാപനത്തിന് വളരെ വിശാലമായ മനസ്സോടെ, വിശാലമായ കാഴ്ചപ്പാടോടെ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഇന്ന് ആരംഭിക്കുന്ന ഈ വലിയ സംരംഭത്തിനുണ്ടാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, എനിക്ക് തോന്നുന്നു വർത്തമാനത്തിന് വലിയ പ്രാധാന്യമില്ലാത്ത ഒരു വേദിയും സദസ്സുമാണ്. ഞാൻ കുറച്ച് കൂടുതൽ വർത്തമാനം പറഞ്ഞു. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ IP സെക്ഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി അഭയം ശാന്തിഭവൻ പോസ്റ്റൽ സ്റ്റാമ്പിന്റെ പ്രകാശനമാണ്. പ്രകാശനം നിർവഹിക്കുന്നത് സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് തൃശൂർ ഡിവിഷൻ ശ്രീ സുശീലൻ അവറുകളാണ്. അതുപോലെ പോസ്റ്റൽ സ്റ്റാമ്പ് ഏറ്റുവാങ്ങുന്നത് ചീഫ് കോർഡിനേറ്റർ ദമാം റീജിയൻ സൗദി അറേബ്യ ശ്രീ ജോയ് പോൾ ആറ്റുപുറം അവറുകളാണ്. ബഹുമാന്യരെ, അടുത്തതായി പാലിയേറ്റീവ് ഹോസ്പിറ്റലിലേക്കുള്ള സംഭാവന അഡ്മിനിസ്ട്രേറ്റർ റെവറൻഡ് സിസ്റ്റർ റൊസാൽബ FSക്ക് ശ്രീ രവീന്ദ്രനാഥൻ K അവറുകൾ നൽകുന്നു. മേ ഐ വെൽക്കം Honorable Managing Director of TTC Limited, Saudi Arabia, Sri Turki Muhammad Said M. Tabit, to kindly address the gathering and also inaugurate Chandibhavan Palliative Fellowship. Thank you. أنا سعيد إني معاكم هنا في العمل هذه المستشفى ومساعدة الفقراء، واحنا راح نكون أحد اللي يساعدون في هذه المستشفى إن شاء الله. ഞാൻ സെയ്ദ് മുഹമ്മദ് താബിത്ത് ഇവിടെ വരാൻ അത്യധികം സന്തോഷിക്കുന്നു. നിങ്ങളോട് കൂടി ആയിരിക്കുന്നതിന് വളരെയേറെ സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഫെലോഷിപ്പ്, ഈ ഹോസ്പിറ്റലിന്റെ ഫെലോഷിപ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അടുത്തതായി പാലിയേറ്റീവ് ഫെലോഷിപ്പിന്റെ വിതരണമാണ്. വിതരണം നിർവഹിക്കുന്നത് ശ്രീ ബാബു തോമസ് അവറുകളാണ്, എക്സിക്യൂട്ടീവ് ഓഫീസർ ശാന്തിഭവൻ പാലിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് സൗദി അറേബ്യ. പാലിയേറ്റീവ് കെയർ എന്നത് ഒരു പ്രസ്ഥാനമല്ല. ഹൃദയത്തിന് ഒരു ഭാഷയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമുണ്ട്. അത് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയും. അതിൻ്റെ ലിപികൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ ലിപികളിൽ ഏറ്റവും മഹത്തരമായ ഒന്ന് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. സൗദി അറേബ്യയിൽ നിന്നും ഈ ഫെലോഷിപ്പിന് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന എല്ലാം വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യും. തീർച്ചയായിട്ടും ശ്രീ മുഹമ്മദ് താബിത്ത് ഇവിടെ, വസീദ് മുഹമ്മദ് താബിത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇത് കേട്ടത് വഴി അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഇതിലേക്ക് സഹകരിക്കുവാൻ തയ്യാറായി. അങ്ങനെ നിരവധി ആളുകൾ ഇതിനെ സഹകരിക്കും. ഇതിൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഒരാളും ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്വമായിട്ട് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അധികം വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ കർത്തവ്യം ഫെലോഷിപ്പ് വിതരണമാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പേര് വിളിക്കുന്നവരെത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുന്നു. ജോർജ് വിയോ, ടിനോയ് തോമസ് ബ്ലൂ ഫെലോഷിപ്പ് മെമ്പേഴ്സാണ്. ഫ്രാൻസിസ് MJ ബ്ലൂ ഫെലോഷിപ്പ് മെമ്പർ. നിസ നോജി ഗ്രീൻ ഫെലോഷിപ്പ് മെമ്പർ. ദീപ റോയ് ഗ്രീൻ ഫെലോഷിപ്പ് മെമ്പർ. പ്രിൻസ് ജേക്കബ് യെല്ലോ ഫെലോഷിപ്പ് മെമ്പർ. ജോസ് TD യെല്ലോ ഫെലോഷിപ്പ് മെമ്പർ. ബിജു TD യെല്ലോ ഫെലോഷിപ്പ് മെമ്പർ. KP അന്തോണി യെല്ലോ ഫെലോഷിപ്പ് മെമ്പർ. hours എമർജൻസി ഹോം കെയർ ഉദ്ഘാടനത്തിലേക്ക് കിടക്കുകയാണ്. 24 hours എമർജൻസി ഹോം കെയറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സോഫിയ ഫ്രാൻസിസ് അവറുകളാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, ഒരുപാട് രോഗികളുണ്ട്, മരുന്ന് കഴിക്കാൻ തയ്യാറല്ലാത്തവർ, അതുപോലെ തന്നെ നിരാശ കൊണ്ട ജീവിതം. അപ്പം അവർക്കെല്ലാം താങ്ങാവുന്ന ഒരു സംവിധാനമാണ് ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്.
എനിക്ക് ഉറപ്പാണ് ഏറ്റവും വലിയ ഹോസ്പിറ്റലായി പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റലായി നമ്മുടെ പേര് കേട്ടു. ഇനി അതുകൂടാതെ ഒട്ടനവധി പദ്ധതികൾ പുതിയത് ഇവിടെ ഉണ്ടാവാൻ പോകുന്നുണ്ട്. അത് ഉറപ്പാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒട്ടനവധി പദ്ധതികൾ ഇവിടെ രൂപം കൊള്ളും. ജോയച്ചനൊക്കെയല്ലേ ഇവിടുത്തെ ആൾക്കാർ, നമ്മുടെ സിസ്റ്റർ. അപ്പോൾ ഏറ്റവും നല്ല രീതി എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ബഹുമാനരെ, അടുത്തതായി ആശംസകളിലേക്ക് കിടക്കുകയാണ്. അടുത്തതായി ആശംസ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഫാദർ ജോൺസൺ കുണ്ടുകുളം അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. വലിയ സന്തോഷമുണ്ട് ഇവിടെ ആയിരിക്കാൻ. കാരണം ജനങ്ങളുടെ വേദനയ്ക്ക് അല്പമെങ്കിലും സമാശ്വാസവും സാന്ത്വനം നൽകാനുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം, ഇതിന് സഹായിക്കുന്ന വിവിധ പദ്ധതികളുടെയാണ് നാം ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടതായിട്ട് കണ്ടത്. എന്നും ഈ സാന്ത്വനത്തിൻ്റെ മനസ്സും താങ്ങും തണലും ചുറ്റുമുള്ളവർ നമ്മിലൂടെ അനുഭവിച്ചറിയാൻ ഇടയാകട്ടെ, ഈ സ്ഥാപനത്തിലൂടെ അനുഭവിച്ചറിയാൻ ഇടയാകട്ടെ. അതിനെല്ലാ ദൈവാനുഗ്രഹം ആശംസിക്കുന്നു. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ശാന്തിഭവൻ പാലിയേറ്റീവ് ചീഫ് അഡ്മിനിസ്ട്രേറ്ററായ സിസ്റ്റർ തെരസീന FSA ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം ഞങ്ങൾക്ക് വിലപ്പെട്ടതായിരുന്നു. എല്ലാവർക്കും എല്ലാറ്റിനും പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ശാന്തിഭവൻ, അഭയം, പാലിയേറ്റീവ് കെയർ സെൻ്ററുകളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രതിനിധികൾക്കും, എല്ലാ അംഗങ്ങൾക്കും, വിശിഷ്യ കുഴുക്കുള്ളി ഇടവക അംഗങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയട്ടെ.